ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് കരുതുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ വിശേഷങ്ങളും ഉച്ചവരെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് എന്നത്തെയും പോലെയുള്ള വീഡിയോസാണ്. ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട കേട്ടോ. പിന്നെന്താ, ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ ബാക്ക് വശമാണ് കേട്ടോ. ആ നിൽക്കുന്ന പൂവ് കണ്ടില്ലേ, അത് അങ്ങനെ എന്താ കാട്ടിലൊക്കെ, ഞങ്ങളുടെയൊക്കെ ഇവിടെ കാട്ടിലൊക്കെ ഇങ്ങനെ വളർന്നു നിൽക്കുന്ന ഒരു ചെടിയാണ് കേട്ടോ. ഇതും പിന്നെ ഒരു ഓറഞ്ച് പൂവുണ്ടല്ലോ, അതേ മോഡലിൽ തന്നെ ഒരു ഓറഞ്ച് കളറിലെ പൂവുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കാട്ടിൽ നിൽക്കുന്നതാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. ഞങ്ങളൊന്നും വളർത്താറൊന്നുമില്ല കേട്ടോ ആ ചെടിയൊന്നും. പാമ്പ് കയറി വരും, പാമ്പ് അതിനിടയിലുണ്ടാവും എന്നൊക്കെ, അങ്ങനെ എന്താ പാമ്പ് കയറി കിടക്കും, അതിൻ്റെ ആ പൂ ഇങ്ങനെ പൂക്കുന്ന സമയത്ത് അതിൻ്റെ സ്മെല്ല് വന്നിട്ട് പാമ്പ് കയറി കിടക്കും എന്നൊക്കെ ഉമ്മച്ചിയൊക്കെ പണ്ട് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളാരും ആ പൂവിനെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ വളർത്താറൊന്നുമില്ലായിരുന്നേ. പക്ഷെ അത് കണ്ടപ്പോഴും നല്ല ഭംഗിയുണ്ട്, കൂട്ടം കൂടിയിട്ട് ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നത് കാണാൻ വേണ്ടി നല്ല ഭംഗിയുണ്ടായിരുന്നേ. അത് മാത്രമല്ല, RCCയിലും മയം കൊണ്ട് ലാസ്റ്റ് ചെയ്യാൻ പോയല്ല ആ സമയത്ത് ഒരു വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഇതും ഓറഞ്ച് കളർ പൂവും കൂടെ മിക്സ് ചെയ്തിട്ട് അവരത് നന്നായിട്ട് കെയർ ചെയ്ത് വളർത്തുന്നതാണെന്ന് മനസ്സിലായി കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ പണ്ടുള്ളവർ പറയുന്നതെല്ലാം തെറ്റായിരുന്നു എന്ന് മനസ്സിലായി കേട്ടോ. അപ്പോൾ അത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ വൈകുന്നേരം കണ്ടപ്പോഴത്തേക്കും പോയി എടുക്കാൻ പറ്റില്ല, മഴയായിരുന്നു. അതുകൊണ്ട് രാവിലെ തന്നെ പോയിട്ട് അതിൻ്റെ വീഡിയോ ഒന്ന് എടുത്തതാണ് കേട്ടോ. പിന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ ഇവിടെ നടത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പമാണ് കേട്ടോ കാപ്പി. അപ്പോൾ രാവിലെ അടുപ്പ് കത്തിച്ചിട്ട് ഞാൻ കട്ടൻ ചായയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല ജലദോഷവും തൊണ്ടവേദനയൊക്കെ ഉണ്ട്, മാറിയിട്ടൊന്നുമില്ല. അപ്പോൾ സംസാരത്തിൽ നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. വലിയ ഉഷാറൊന്നുമില്ല കേട്ടോ. അപ്പോൾ എന്താ പനിയുള്ളതുപോലെ ഉണ്ട്. അപ്പോൾ എന്താ, അടുപ്പ് കത്തിച്ച് കട്ടൻ ചായയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. മഴയായതുകൊണ്ട്, തുള്ളി മുറിയാതെ നിൽക്കുന്ന മഴയായതുകൊണ്ട് എൻ്റെ വാപ്പ പാല് മേടിക്കാനൊന്നും പോയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കട്ടൻ ചായക്ക് വെള്ളമൊക്കെ വെച്ച് കട്ടൻ ചായയൊക്കെ ഇട്ട് ഞങ്ങൾ കുടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇരുമ്പ് ചട്ടിയിൽ അപ്പം ഉണ്ടാക്കാൻ നോക്കിയപ്പോഴത്തേക്കും അത് കല്ല് കടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മാവ് ഇളകി വരാതെ പറ്റിപ്പിടിച്ചിരിക്കുന്നു. 2-3 എണ്ണം നോക്കിയിട്ടൊന്നും പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഗ്യാസിൽ ഉണ്ടാക്കിക്കൊണ്ടേ നിൽക്കുകയാണ് കേട്ടോ. ഇതാകുമ്പം നോൺ സ്റ്റിക്കിൻ്റെ മറ്റേ പാനില്ലേ, അപ്പത്തിൻ്റെ അല്ലേ, അതുകൊണ്ട് തന്നെ അടുപ്പിൽ വെക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് പെട്ടെന്ന് ഇതിലോട്ടങ്ങ് ചുട്ടെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അപ്പത്തിന് കറിയായിട്ട് ചമ്മന്തിക്കറിയാണ് ഉണ്ടാക്കുന്നത്. അതും ഞാൻ അരപ്പൊക്കെ കൂട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ കറണ്ട് ഇങ്ങനെ പോയി വന്ന് നിൽക്കുകയാണ്. പിന്നെ ഇന്നലെ ഒരു പ്രശ്നം ഉണ്ടായി, നമ്മുടെ മീറ്റർ എരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു, കത്തി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ നമ്മൾ വീഡിയോസ് ഇട്ടില്ലേ, അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ നമ്മൾ കളീലിൻ്റെ വശത്താണ് കേട്ടോ മീറ്റർ ഇരിക്കുന്നത്, മെയിൻ സ്വിച്ച് ഇരിക്കുന്നത്. അപ്പോൾ അവിടെ ഭയങ്കര സ്മെല്ല് പോലെ തോന്നി, എന്തോ കരിഞ്ഞു നാറുന്ന സ്മെല്ല് പോലെ തോന്നി കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ മീറ്ററിൽ നിന്ന് ഇങ്ങനെ പുകയും ഒക്കെ ആയിട്ട് വരുന്നു. പിന്നെ ഇലക്ട്രിസിറ്റി ഓഫീസിൽ നിന്ന് ആൾ വന്നിട്ടുണ്ടായിരുന്നു. അവർ ഒന്ന് നോക്കി ചെക്ക് ചെയ്തിട്ട് പിന്നെ വയർമാനെ വിളിച്ചിട്ട് അത് ശരിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഒരു ചിലവ് വന്ന് കയറിക്കോളുമല്ലോ. അങ്ങനെ വന്ന് എല്ലാം ശരിയാക്കി കുറേ സമയത്തേക്ക് നമുക്ക് കറണ്ട് ഇല്ലായിരുന്നു. പിന്നെ മൊബൈലും കുത്തിയിടാനും നമുക്ക് പറ്റിയില്ല. കുറേ കഴിഞ്ഞെല്ലാം ശരിയായി. പിന്നെ മൊബൈൽ കുത്തിയിട്ടിട്ടുണ്ടായിരുന്നെങ്കിലും മഴയായതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കണോ വേണ്ടയോ, അകത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. പുറം പണി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ മടിച്ചിരുന്ന് ഇരിക്കുമായിരുന്നു കേട്ടോ. പിന്നെ എന്താ, നമുക്കിന്ന് ചോറ് വെക്കേണ്ട കാര്യമില്ല, പണിയൊക്കെ വളരെ കുറവാണ്, അടുക്കളപ്പണിയൊക്കെ വളരെ കുറവാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തലേന്ന് ചോറ് വെച്ചപ്പോഴത്തേക്കും വെന്തിട്ടില്ലായിരുന്നു കേട്ടോ. കല്ല് പോലെ കിടക്കുമായിരുന്നേ. ഒരുവിധം ഒന്ന് വെന്ത് വന്നപ്പോഴത്തേക്കും ഞങ്ങൾ വിചാരിച്ചു നല്ല വെന്തോ, അതുകൊണ്ട് ഊറ്റിയിടാമെന്ന് വിചാരിച്ച് വാർത്തിട്ടതാണ്. പക്ഷേ കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേക്കും അതങ്ങ് കല്ല് പോലെ ആയി. അതുകൊണ്ട് വാപ്പാക്ക് കഴിക്കാനായിട്ട് പറ്റിയില്ല. വാപ്പാക്ക് നല്ലതുപോലെ ചോറ് വേവണം കേട്ടോ. പിന്നെ റേഷനരി, വെള്ള റേഷനരി ഉണ്ടല്ലോ, അപ്പോൾ അതിട്ടിട്ട് ചോറ് വെച്ചത് കഴിക്കാനും രസമാണ്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ചോറ് കഴിച്ചത് കൊണ്ട് തന്നെ ഈ ചോറ് ബാക്കി വന്നു. അപ്പോൾ നമ്മളിന്ന് രാവിലെ അതൊന്ന് തിളപ്പിച്ച് നല്ല രീതിയിൽ വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് കഴിക്കാമല്ലോ. അതുകൊണ്ട് ചോറ് വെക്കേണ്ട ഏർപ്പാടൊന്നും ഇല്ലായിരുന്നേ. പിന്നെ കാപ്പിയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും കാപ്പിയൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ, ഒരു കറിവേപ്പിൻ്റെ തൈ, നാടൻ കറിവേപ്പിലായിരുന്നേ. അപ്പോൾ അതാണെങ്കിൽ നമ്മുടെ കുറേ മുളക്കൂട്ടത്തിൻ്റെ ഇടയിലായിപ്പോയി കേട്ടോ. അതുകൊണ്ട് തന്നെ അത് വളരുന്നില്ല, മേലോട്ട് അത് പൊന്തി വരുന്നതൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് മാറ്റി കുഴിച്ചെടുത്തിട്ട് വേറൊരിടത്ത് കുഴിച്ചിട്ടിട്ടുണ്ട് കേട്ടോ.
അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്ത് കയറി വന്നു. അപ്പോഴത്തേക്കും നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നേ. പിന്നെ കുക്കറിൽ വെച്ചിരിക്കുന്നത് കുറച്ച് ചെറുപയറായിരുന്നേ. ചെറുപയർ തോരൻ വെക്കണോ പരിപ്പ് വെക്കണോ, മീനൊന്നും ഇല്ലല്ലോ, അപ്പോൾ എന്തെങ്കിലും വെക്കാമെന്ന് വിചാരിച്ചിട്ട് ചെറുപയർ കുക്കറിലോട്ട് ആക്കി വെച്ചിട്ടുണ്ട്. സാധാരണ പരിപ്പ് കറി വെക്കുന്നെങ്കിൽ ഞാനിങ്ങനെ ഒന്ന് വറുത്ത് പൊടിച്ചെടുക്കുക ചെയ്യുന്നത്. ഇന്ന് അതിനൊന്നും മെനക്കെടാനായിട്ട് വയ്യായിരുന്നു കേട്ടോ. പിന്നെ സത്യത്തിൽ പിന്നെ അത് തോരനാക്കുക ചെയ്തത്. അത് ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ലെങ്കിൽ ഞാൻ തോരനാക്കി എടുക്കുക ചെയ്തത് കേട്ടോ. അപ്പോൾ പുറത്തൊക്കെ പോയിട്ട് എന്താ കറിവേപ്പിലേക്ക് ഒന്ന് കുഴിച്ചിട്ടിട്ട് കയറി വന്നപ്പോൾ 2-3 ഇഞ്ചിയുടെ കഷ്ണം കിടപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് പണയൊക്കെ കോരിയിട്ട് അതിൻ്റെ അകത്തേക്ക് ആക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് എടുക്കുകയും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോഴത്തേക്കും ചെറിയ ചാറ്റൽ മഴ നിൽക്കുന്ന ടൈമിലാട്ടോ ഞാൻ ഇറങ്ങിയത്. വീണ്ടും തലയിൽ വെള്ളം വീണു. അതുകൊണ്ട് വീണ്ടും കയറി വന്നിട്ട് ഒരു കട്ടൻ ചായ ചൂടോടുകൂടി കുടിക്കാമെന്ന് വിചാരിച്ചു. ചായ കുടിക്കാൻ നിന്ന് അന്നത്തെ ദിവസം പോക്കാണ് കേട്ടോ. പിന്നെ തലവേദനയായി. അതുകൊണ്ട് തന്നെ ഒരു കട്ടൻ ചായയും കൂടി ഇട്ട് കുടിച്ചു. നല്ല മഴയായതുകൊണ്ട് വാപ്പാക്ക് പുറത്ത് പോയി പാല് മേടിക്കാനും പറ്റത്തില്ലല്ലോ. പിന്നെ ആ കട്ടൻ ചായയും പത്തുൻ്റെ കുറച്ച് ബിസ്ക്കറ്റും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനും പത്തും കൂടെ ഷെയറൊക്കെ ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കുറച്ച് പാവയ്ക്ക കിട്ടിയിട്ടുണ്ട്. ആ പാവയ്ക്കയും ഒരു ഉള്ളിയും കൂടെ കഴിഞ്ഞിട്ടൊന്ന് മെഴുക്കുരട്ടിയാക്കി എടുക്കാം. പിന്നെ കറിക്ക് വേണ്ടിയിട്ട് ഉണക്കമീൻ കറിയുടെ റെസിപ്പി ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. സാധാരണ മീൻ കറി വെക്കുന്നത് പോലെ തന്നെ, എന്നാലും അതൊന്ന് കാണിക്കാം കേട്ടോ. പിന്നെ എന്താ, നമ്മുടെ കരിപ്പാത്രങ്ങളുണ്ടല്ലോ, നമ്മൾ അടുപ്പയിലേക്ക് ചെയ്യുന്ന കരിപ്പാത്രങ്ങളെല്ലാം കൂടി എടുത്തിട്ട് അനിയത്തി ഒന്ന് തേച്ച് മടക്കുന്നുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ പുറത്ത് കൊണ്ടുപോയിട്ടാണ് തേച്ച് മടക്കിയത്. എന്താ മഴയാണെങ്കിലും ശരിയാവത്തില്ലല്ലോ ചില സമയങ്ങളിൽ. നമ്മളെ ഈ അകത്ത് തന്നെ നിന്ന് പാത്രം കഴുകാനായിട്ട് ഇച്ചിരി പാടാട്ടോ. കരിപ്പാത്രമൊക്കെ നമ്മൾ മാക്സിമം പുറത്ത് കൊണ്ടുപോയിട്ടാണ് കഴുകുന്നത്. 2 ദിവസം അകത്ത് കഴുകിയപ്പോൾ തന്നെ അവിടെയൊക്കെ അങ്ങ് ചാമ്പലിൻ്റെയും കരിയുടെയൊക്കെ ടൈലിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നു. അത് കാരണം പിന്നെ പുറത്ത് കൊണ്ടുപോയിട്ട് അവളെല്ലാം കൂടെ ഒക്കെ ഒന്ന് തേച്ച് മടക്കിയിട്ട് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കറിക്കായിട്ട് ഉമ്മച്ചി പിന്നെ വെണ്ടയ്ക്കയും വഴുതനങ്ങയും തക്കാളിയും കൊച്ചുള്ളിയൊക്കെ ഇട്ടിട്ടുള്ളൊരു രസമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നിങ്ങളത് ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഉണ്ടാക്കുന്നവരല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ വെണ്ടയ്ക്കയും കൊച്ചുള്ളി ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വഴുതനങ്ങ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിൽ വഴുതനങ്ങ കാണുന്നില്ലെങ്കിലും വഴുതനങ്ങയുണ്ട്. ചെറിയൊരു വഴുതനങ്ങയും കൂടി ഇട്ട് നമ്മൾ രസത്തിനിടുന്ന പൊടികൾ തന്നെ, രസപ്പൊടി ഉണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളകിൻ്റെ പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി ഒക്കെ ഇട്ട് കൊടുത്ത് സെറ്റാക്കിയിട്ട് കുക്കറിലോട്ട് പുളിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് കുക്കറിലോട്ട് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോഴത്തേക്കും നമ്മുടെ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വെണ്ടയ്ക്കയും ഒക്കെ ഇട്ടിട്ടുള്ള നല്ല രസമാണ്. നല്ല പിന്നെ അതിലേക്ക് കുറച്ച് താളിച്ചും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ രസം ഇവിടെ റെഡി ആക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ മീൻ കറിയുടെ റെസിപ്പി കാണിച്ചു തരാം കേട്ടോ. മീൻ കറി എന്ന് പറയുമ്പോൾ ഉണക്ക മത്തിയാണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ 20 രൂപയുടെ പാക്കറ്റിന് മേടിക്കുന്ന മത്തി ഉണ്ടല്ലോ, 5 എണ്ണം കാണുമല്ലോ. അപ്പോൾ അതാണ് കേട്ടോ മേടിച്ചത്. പൊരിക്കാമെന്ന് വിചാരിച്ചിട്ട് മേടിച്ചതാണ്. അപ്പോൾ ഉമ്മച്ചി പറഞ്ഞത് അങ്ങ് കറിയാക്കി കഴിഞ്ഞാൽ വൈകുന്നേരം രാത്രിയൊക്കെ എടുക്കാമല്ലോ, വേറെ കറി ചമ്മന്തി അരയ്ക്കുക അങ്ങനെയൊന്നും വേണ്ട, ഇത് ചെയ്യാൻ പറഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ കറി വെക്കാനായിട്ട് പോവുകയാണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു 4-5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ മുരിങ്ങക്ക വേണം. പിന്നെ എന്താ, നമ്മൾ ശീവക്കിഴങ്ങ് അപ്പുറത്ത് അമ്മൂമ്മയുടെ വീട്ടിൽ നിന്ന് കിട്ടിയത് കൊണ്ട് ഞാനൊരു ശീവക്കിഴങ്ങും കൂടെ ഇട്ട്. ഞങ്ങൾ കൊല്ലംകാർ മീൻകറിയിലെല്ലാം ശീവക്കിഴങ്ങ്, അതായത് കൂർക്ക കേട്ടോ. കൂർക്ക മെഴുക്കുരട്ടിക്കോ തോരനോ മാത്രമല്ല, ഞങ്ങൾ മീൻകറിയിൽ ഇടാനും എടുക്കാറുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല കറിച്ചവ കിട്ടാറുണ്ട്. അതുകൊണ്ട് അതും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ പച്ച മാങ്ങയാണ് കേട്ടോ പുളിക്ക് വേണ്ടിയിട്ട് ചേർക്കുന്നത്. ബാക്കി നമ്മൾ അരപ്പൊക്കെ സാധാരണ മീൻകറിക്ക് അരയ്ക്കുന്നത് പോലെ കുറച്ച് മുളക് പൊടി കുറച്ചിട്ടിട്ട് വേണം അരയ്ക്കാൻ. അത്രയേ ഉള്ളൂ. പച്ചമുളകിൻ്റെ ഒരു ടേസ്റ്റാണ് ഇതിന് വേണ്ടത്. എരിവ് ഒക്കെയാണ് കേട്ടോ വേണ്ടത്. പിന്നെ ഉണ്ടമുളക് ഉണ്ടെങ്കിൽ അത്രയും ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഉണക്കമീൻ കറി വെച്ചാൽ. ഉണ്ടമുളക് പച്ചമീനിൽ ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. എന്നാലും ഉണക്കമീനിൽ പച്ചമുളക് ഇടുമ്പോൾ നമ്മൾ ഉണ്ടമുളക് ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റും നല്ല മണവും ഒക്കെ ആയിരിക്കും. അപ്പോൾ നമുക്കതില്ല കേട്ടോ. നമുക്ക് കണ്ടമാനം മുളകൊക്കെ ഉണ്ടായിരുന്നു, പല വെറൈറ്റി മുളകൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ഒന്നുമില്ല കേട്ടോ. ഇനിയിപ്പം ഇതെല്ലാം നട്ട് പിടിപ്പിക്കണം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മളത് അടച്ച് വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോഴത്തേക്കും നമ്മൾ ഉണക്കമീനൊക്കെ റെഡിയാക്കി കഴുകി വൃത്തിയാക്കി എടുത്തുകൊണ്ട് വരാം കേട്ടോ. ഒരുപാടൊന്നുമില്ല, 5 എണ്ണേ ഉള്ളൂ. എന്നിരുന്നാലും ആ ഒരു ഉണക്കമീൻ്റെ ആ ഒരു ടേസ്റ്റ് കറിയിൽ കിട്ടണം, അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ഒരു 2 കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് അതൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്.
അപ്പോഴത്തേക്കും നമ്മുടെ കറിയൊക്കെ തിളച്ച് വന്നപ്പോഴത്തേക്കും അതിലേക്ക് നമ്മുടെ വെട്ടി കഴുകി വെച്ചിട്ടുള്ള ഉണക്ക മത്തിയും കൂടി ഇട്ട് കൊടുത്ത്, ഏത് ഉണക്കമീനാണെങ്കിലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത് കറി ഒന്ന് തിളപ്പിച്ച് നല്ല രീതിയിൽ വറ്റിച്ച് ആ പുളിയൊക്കെ ഇറങ്ങിയതിന് ശേഷം കറി മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് താളിച്ചും കൂടെ ഒഴിച്ചപ്പോഴത്തേക്കും നമ്മുടെ ഉണക്കമീൻ കറിയും ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇത് മാത്രം മതി, ചോറും ഈ ഉണക്കമീൻ കറിയും മാത്രം മതി കേട്ടോ. അതിന് സൈഡായിട്ടൊന്നും വേണ്ട, ഒരു പപ്പടം പോലും വേണ്ട കേട്ടോ. നല്ല ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഉണക്കമീൻ കറി. ഉണക്കമീനൊന്നും ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും കാണത്തില്ലല്ലേ, എൻ്റെ മോൾക്ക് വരെ ഇഷ്ടമാണ് ഉണക്കമീൻ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയായിരുന്നു കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് കൂടെ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അസ്സലാമു അലൈക്കും, ടാറ്റാ.